ദൈവരാജ്യത്തിന് വേണ്ടി ആയിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനി ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമ്പോൾ, ഒരു മുസ്ലിം ഒരു നല്ല മുസ്ലിമായി ജീവിക്കുമ്പോൾ, ഒരു ഹിന്ദു ഒരു നല്ല ഹിന്ദുവായിട്ട് ജീവിക്കുമ്പോഴും ഇവിടെ ദൈവരാജ്യം വന്നില്ല. ഇതുപോലെ ഇവിടെ നല്ലവരായിട്ട് ജീവിച്ചെന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. അപ്പം നല്ലവരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മം അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ ധർമ്മം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്താണെന്ന് ലോകം നിർണയിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ ഒരാളെ തല്ലിക്കൊല്ലുന്നത് ധർമ്മമല്ല. കാരണം മനുഷ്യൻ്റെ സ്വഭാവത്തിനുള്ള പ്രവൃത്തി അതായിരിക്കാൻ പാടില്ല. പക്ഷെ ഒരു സിംഹം ഒരു മാൻകുട്ടിയെ കടിച്ചു കീറുന്നത് അധർമ്മമല്ല. പിന്നെ എന്താണത്? അത് ധർമ്മമാണ്. കാരണം അതിൻ്റെ സ്വഭാവേന അത് ദൈവം അതിന് വെച്ചിരിക്കുന്നതാണ്. അപ്പം മനുഷ്യന് സ്വഭാവേന വെച്ചിരിക്കുന്നത്, ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത് എന്താണെന്ന് പ്രമാണത്തിലൂടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രമാണത്തിലൂടെ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു, ധർമ്മം ചെയ്തു, അല്ലെങ്കിൽ കർമ്മം അനുഷ്ഠിച്ചു. കർമ്മം കടമകളാണ്. അത് അനുഷ്ഠിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരാൾക്ക് പൂർണ്ണത ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ പേരിൽ ആ വ്യക്തി ദൈവത്തോട് ഐക്യപ്പെട്ടു എന്ന് വരുന്നില്ല. അതുകൊണ്ടാണ് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു വന്നവനോട്, നീ പ്രമാണങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഈശോ ചോദിച്ചു. എല്ലാം കൃത്യമായിട്ട് ഓർമ്മ വെച്ച കാലം മുതലേ പാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഈശോ എന്താ പറഞ്ഞേ? നിനക്ക് ഇനിയും കുറവുണ്ട്, ഒരു കുറവ്. ദൈവരാജ്യം സ്വന്തമാക്കാൻ, നിത്യജീവൻ സ്വന്തമാക്കാൻ ഒരു കുറവുണ്ട്. ആ കുറവ് എന്താണ്? ആ കുറവ് നീ എന്നിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് എന്നോട് ഐക്യപ്പെടാതിരിക്കുന്നതാണ്. അപ്പോൾ നിത്യജീവനായ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനില്ല. അപ്പോൾ അതുകൊണ്ട് സൽക്കർമ്മം ചെയ്തു എന്ന കാരണത്താൽ നിത്യജീവൻ കിട്ടി, രക്ഷ പ്രാപിച്ചു എന്ന് പറയരുത്. ഇവിടെ മൃഗങ്ങളും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടല്ലേ, ധർമ്മവും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് കോഴിപ്പട എത്ര തീക്ഷ്ണതയോടെയാണ് തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. ആദ്യം തന്നെ അത് തീറ്റയൊന്നും തിന്നാതെ അടയിരുന്ന് മുട്ട വിരിക്കുന്നു. പിന്നെ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുകയാണ്. ആ കാലത്ത് കോഴിപ്പട കാര്യമായിട്ടൊന്നും തിന്നിയല്ല, കിട്ടുന്നതൊക്കെ ചകഞ്ഞിട്ട് മക്കൾക്ക് കൊടുക്കുക ചെയ്യുന്നത്. ഒരു പരുന്തെങ്ങാനും വന്നു കഴിഞ്ഞാൽ എന്ത് വീറോടെയാണ് അത് കൊത്തി ഓടിക്കുന്നത്. എങ്ങനെയാണ് ഈ കോഴിപ്പട സ്വർഗത്തിൽ പോകും? ഞാൻ പറയുന്നത് കർമ്മം ചെയ്തതുകൊണ്ടോ ധർമ്മം ചെയ്തതുകൊണ്ടോ, ഓരോരുത്തരും അവരവരുടെ വിശ്വാസം അനുസരിച്ചുള്ള തൽക്കർമ്മം ചെയ്തതുകൊണ്ടോ, മനുഷ്യന് ഉപകാരപ്രദമായി ജീവിച്ചതുകൊണ്ടോ സ്വർഗരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നിത്യജീവൻ്റെ അവകാശിയാകുന്നില്ല. നിത്യജീവൻ്റെ അവകാശിയാകണമെങ്കിൽ ആ അവകാശം നമുക്ക് നൽകുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുക തന്നെ വേണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി ഈ സദ്വാർത്ത പ്രഘോഷിക്കണം. ഏത് സദ്വാർത്ത? ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നത് വഴി ദൈവത്തെ പ്രാപിക്കാനുള്ള സന്തോഷപ്രദമായ ഒരു സന്ദേശമുണ്ട്. കുരിശ് തറച്ചിട്ടാലും ദൈവം അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ അറിയണം. ആ ദൈവത്തെ അറിയുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് ഭയം കൂടാതെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർ ഓരോ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവിടെ നടക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 2 പേര് ഒരു മുറിയിലേക്ക് കിടന്നുറങ്ങാനായിട്ട് അവർക്ക് സജ്ജമാക്കിയിട്ടിരിക്കുന്ന മുറിയിലേക്ക് കടന്നു വരികയാണ്. ആ മുറിയിൽ പാമ്പിൻ്റെ ഷേപ്പിൽ ഒരു കയറിൻ്റെ കഷ്ണം കിടക്കുന്നു. ഉഗ്രവിഷമുള്ള പാമ്പാണെന്ന് തോന്നിയിട്ട് പേടിച്ച് 2 പേരും പിന്മാറുകയാണ്. പിന്മാറുന്ന ആ 2 സഹോദരങ്ങളിൽ അല്ലെങ്കിൽ 2 പേരിൽ ഒരാളോട്, ഇടതുവശത്തേക്ക് മാറിയ ആളോടെന്നിരിക്കട്ടെ, ഒരാൾ വന്ന് പറയുകയാണ്, ഈ പാമ്പ് ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട പാമ്പാണ്, വളരെയേറെ വിഷമുള്ളതാണ്. ഇത് ശാന്തമായി ഇറങ്ങിപ്പോകാനൊരു മാർഗമുണ്ട്. ആ മാർഗം ഇതാണ്, കുറച്ച് കുന്തിരിക്കം പുകച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഈ കുന്തിരിക്കം പുകച്ചുകൊണ്ടിരുന്നാൽ ഇത് ഇറങ്ങിപ്പോകുമെന്ന് അവൻ വിശ്വസിച്ചു. അവൻ്റെ വിശ്വാസം അനുസരിച്ച് അവൻ കുന്തിരിക്കം പുകച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ഓരോ മിനിറ്റ് കിടക്കുമ്പോഴും വിചാരിക്കും, സമയമായിട്ടില്ല, പാമ്പ് ഇറങ്ങുന്ന സമയം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ലാന്ന് മട്ടിലിരിക്കുന്നത്. പക്ഷേ വലത്തുവശത്തേക്ക് മാറിയവനോട് ഒരാൾ വന്ന് പറഞ്ഞു, നീ തെറ്റായൊരു ധാരണയിലാണ്, അത് പാമ്പല്ല, ഒരു കയറാണത്. എനിക്കത് മനസ്സിലായി, നീ ധൈര്യമായിട്ട് എന്നെ വിശ്വസിച്ചു, അതുകൊണ്ട് നീ ഒരു കുന്തിരിക്കാൻ പോയേക്കണ്ട, നേരെ കയറി കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവനത് വിശ്വസിച്ചു. അവൻ കയറി സ്വസ്ഥമായിട്ട് വിശ്വസിച്ച് ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ ഇതിനകത്ത് കയറി, എൻ്റെ വിശ്വാസം ശരിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി.
ഞാനിവിടെ കിടന്നുറങ്ങുന്നു. അവൻ്റെ വിശ്വാസ വിഷയത്തിൽ ഞാൻ ഇനി ഇടപെടുന്നത് ശരിയല്ലല്ലോ. അവൻ്റെ വിശ്വാസം അനുസരിച്ച് ഈ കുന്തിരിക്കും പകച്ച് പാമ്പ് ഇറങ്ങിപ്പോയിട്ട് കിടക്കുള്ളെങ്കിൽ അവനങ്ങനെ കിടന്നോട്ടെ. ഞാൻ എന്തിനാണ് അവനെ ശല്യപ്പെടുത്തുന്നത്? അവൻ്റെ വിശ്വാസം ഞാൻ എന്തിനാണ് ഇളക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നില്ലെങ്കിൽ, അവനോട് ഈ സത്യം പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവൻ ചെയ്യുന്നത് ക്രൂരതയാണ്. കാരണം എന്താ? അവൻ തൻ്റെ സഹോദരന് അർഹിക്കുന്ന ഒന്ന് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സത്യം അറിഞ്ഞ് രക്ഷപ്രാപിക്കാനുള്ള, കിടന്നുറങ്ങാനുള്ള സൗകര്യം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ പറയുന്ന കുന്തിരിക്കം പുകയ്ക്കുന്നു എന്ന് പറയുന്നത് എത്രയോ പേരാണെന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ദൈവത്തിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി മല കയറിയും ഓരോ സ്ഥലങ്ങളിൽ പോയി സ്നാനം നടത്തിയും പരിഹാര പ്രവർത്തനങ്ങൾ ചെയ്തും ദൈവം പ്രീതിപ്പെടുമെന്ന് കരുതി, പാപത്തിന് മോചനം നൽകുമെന്ന് കരുതി കഷ്ടപ്പെട്ട് നടക്കുകയാണ്. ഈ കഷ്ടപ്പെട്ട് നടക്കുന്നവർ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കും. ഒരിക്കലും അവർക്ക് പാപമോചനം കിട്ടേണ്ട സുഖം ഉണ്ടാകില്ല. കാരണം എന്തൊക്കെ ചെയ്താലും ദൈവം ക്ഷമിക്കുന്നത് കാണാതെ ഒരിക്കലും പാപമോചനം കിട്ടിയില്ല. അപ്പോൾ ദൈവം ക്ഷമിക്കുന്നത് കാണാനുള്ള ഒറ്റ മാർഗം യേശുവിൻ്റെ കുരിശിലേക്ക്, അല്ലെങ്കിൽ കുരിശിലെ യേശുവിലേക്ക് നോക്കുക എന്നുള്ള. അപ്പോൾ കുരിശിലെ യേശുവിലേക്ക് നോക്കി സത്യം അറിഞ്ഞവൻ ദൈവം കോപിച്ചിട്ടില്ലെന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്യേണ്ടത് ആവശ്യമില്ലെന്നും തിരിച്ച് വന്നാൽ മാത്രം മതിയെന്നുള്ള സത്യം അറിഞ്ഞാൽ, ആ സത്യത്തിൻ്റെ ആ പ്രഘോഷണത്തിലൂടെയാണ് അവനതറിയുന്നത്. അതറിഞ്ഞാൽ മാത്രമേ അവന് വന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നിഷേധിക്കരുത്. അത് നിഷേധിക്കുന്നത് തീർച്ചയായിട്ടും സ്നേഹമില്ലായ്മയാണ്, അത് ക്രൂരമാണ് എന്ന് ഞാൻ പറയുള്ളൂ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതും ശരിയല്ല. കാരണം മതം ഏതായാലും മനുഷ്യൻ നന്നാകുകയെന്നുള്ളതാണ് സത്യം. കാരണം മതത്തിന് മനുഷ്യനെ നന്നാക്കാനുള്ള കഴിവില്ല. മനുഷ്യനെ നന്നാക്കാനുള്ള, വിശദീകരിക്കാനുള്ള കഴിവ് യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുമ്പോൾ മാത്രമേ ഒരു വ്യക്തി നന്നാകുന്നുള്ളൂ. അല്ലാത്തവരെല്ലാം നന്മ അഭിനയിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ക്ഷമിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് ക്ഷമ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അല്ലാത്തവർ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ പ്രതികാരം ചെയ്യാതെ പിടിച്ചു നിൽക്കുക, ഉള്ളിൽ ക്രോധം വിജൃംഭിക്കുമ്പോഴും പുറമെ സന്തോഷം ഭാവിക്കുക, ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ചിലരാൾ പറയുന്നത്, ഇനിയും ഈ പ്രകോപനം തുടർന്നാൽ കളി മാറും കേട്ടോ, ക്ഷമയുടെ നെല്ലിപ്പലകൾ ഞാൻ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിന് കാരണം അതാണ്. കാരണം അത് അഭിനയമാണ്. അതുകൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വിചിത്രരെ പോലെ ജീവിച്ചവരെ നോക്കിയിട്ട് ഈശോ പറഞ്ഞത് കപട നാട്ടുകാരെന്ന് പറഞ്ഞു. എന്താ കാരണം? അവർ അഭിനയിക്കുകയാണ്, നന്മയെല്ലാം അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിലതില്ല, പുറമെ അഭിനയിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ പുറമെ അഭിനയിക്കുന്നവരുടെ ആ ടെൻഷനും അവരുടെ ഭാരവും അത്ര വലുതാണ്. അവരാരും അത് ആസ്വദിക്കുന്നില്ല. ക്ഷമ അനുഭവിക്കാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്. ക്ഷമയിലൂടെ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവായ ദൈവം എന്നിൽ നിന്ന് വേറൊരാളിലേക്ക് ഒഴുകുകയാണ്, ദൈവസ്നേഹമായിട്ട് ഒഴുകുകയാണ്. ഒഴുകുന്നതിൻ്റെ അനേകം മടങ്ങ് എന്നിലേക്ക് വരികയാണ്. അങ്ങനെ ഞാൻ ദൈവവുമായിട്ടുള്ള ഒരു ചാക്രിക ചലനത്തിൽ ആനന്ദിക്കുകയാണ്. ജീവൻ എപ്പോഴും ഒഴുക്കുക. അപ്പോൾ ക്ഷമിക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിലോട്ട് ക്ഷമിക്കുമ്പോൾ അതൊരു വലിയ നിറവിലേക്ക് വരികയാണ്, ഒഴുക്കിലേക്ക് വരികയാണ്, ജീവൻ്റെ ഒഴുക്കിലേക്ക് വരികയാണ്. അതാണ് ശരിയായിട്ടുള്ള ക്ഷമ, അല്ലെങ്കിൽ നന്മ. അല്ലാതെ പരിശീലനം കൊണ്ട് കിട്ടുന്നതൊന്നും ശരിയായ നന്മയല്ല. അത് അഭ്യാസത്തിൻ്റെ വിഷയമാണ്. സുഹൃതങ്ങളൊന്നും അഭ്യാസത്തിൻ്റെ വിഷയമല്ല. അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലമായിട്ട് നമ്മളിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ ക്ഷമയും നന്മയും യഥാർത്ഥത്തിൽ കുരിശിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. യഥാർത്ഥ നന്മ എന്ന് പറയുന്നത് ദൈവചൈതന്യം ഒരു വ്യക്തിയിൽ നിറയുന്ന, അല്ലെങ്കിൽ വരപ്രസാദം ഒരു വ്യക്തിയിൽ നിറയുമ്പോഴാണ് ആ വ്യക്തി നന്മയിലാകുന്നത്, അല്ലെങ്കിൽ നന്മയുള്ള ആളാകുന്നത്, നന്നാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈശോയെ നല്ലവനായ ഗുരു എന്ന ഒരാൾ വിളിച്ചപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? നീ എന്തുകൊണ്ടാണ് നല്ലവനെന്ന് വിളിക്കുന്നത്? ഞാൻ ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ നീ നല്ലവനെന്ന് വിളിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ നീ നല്ലവനെന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കുന്നത്. ദൈവദൂതൻ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ഇതെങ്ങനെയാണ്? നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന. ആ നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്നുള്ളതിനൊരു പാഠഭേദമുണ്ട്. എന്താ അത്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അപ്പോൾ യഥാർത്ഥ നന്മ എന്ന് പറയുന്നത് ദൈവകൃപ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറയാന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് പാപം ചെയ്യാൻ പറ്റില്ല, ആ വ്യക്തിക്ക് പുണ്യം ചെയ്യാതിരിക്കാനും പറ്റില്ല. കാരണം അത് ദൈവം എന്നിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതാണ്. അപ്പോൾ ഒഴുകുന്നിടത്ത് നിറഞ്ഞാൽ പിന്നെ കവിഞ്ഞാൽ പിന്നെ ഒഴുകാതിരിക്കാൻ പറ്റില്ല. അതില്ലാത്തവരിലേക്കാണ് ഒഴുകുന്നത്. വെള്ളത്തിൻ്റെ സ്വഭാവം എപ്പോഴും നമുക്കറിയാം. ഇല്ലാത്തിടത്തേക്കാണത്
വലിഞ്ഞ് കയറി ചെല്ലുന്നത്. ഒഴുകി ചെല്ലുന്നത് താഴേക്കാണ് ഒഴുകി ചെല്ലുന്നത്. അതുപോലെയാണ്. അപ്പോൾ എന്നെ സ്നേഹിക്കാത്തവരിലേക്ക് അത് ഒഴുകും, എന്നെ ഉപദ്രവിക്കുന്നവരിലേക്ക് ഒഴുകും, എന്നെ ശപിക്കുന്നവരിലേക്ക് ഒഴുകും. അതാണ് അതിൻ്റെ സ്വഭാവം. അത് ബലപ്രയോഗത്തിലൂടെ സംഭവിക്കുന്നതൊന്നല്ല, ചെയ്യുന്നതെന്നല്ല, സംഭവിച്ചു പോകുന്നതാണ്. ദൈവകൃപ എന്ന് കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ ദൈവകൃപ എന്നുകൊണ്ട് ഒന്ന് വിശദീകരിക്കുക? കൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആശീർവദിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം യേശുക്രിസ്തുവിലൂടെയാണ് നമ്മൾ കാണുന്നത്, യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലാണ് ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം എന്നിലേക്ക് വരുന്നത്. അത് വിശ്വസിക്കുന്നതിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. അപ്പോൾ ദൈവസ്നേഹം യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ ഫലമായിട്ട് എനിക്ക് ലഭിക്കുന്നത് കൃപയായിട്ടാണ്. ഈ കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് എന്നിലെത്തുന്നത്. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ യോഗ്യതയാലും ഫലമായിട്ടും എൻ്റെ വിശ്വാസം ഉണർന്ന് ഞാൻ സ്വീകരിക്കുന്നത് കൃപയായിട്ടാണ്. ഇത് പരിശുദ്ധാത്മാവിലൂടെയാണ് എൻ്റെ അടുത്ത് എത്തുന്നതും പ്രവർത്തനക്ഷമമാകുന്നതും. അതാണ്. അതുകൊണ്ടാണ് നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയാറില്ല. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കർത്താവായ യേശുവിൻ്റെ കൃപയായി പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമായി നമുക്ക് അനുഭവപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്നേഹമായിട്ട് അനുഭവപ്പെടുന്ന സമയം വരുമ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. അപ്പോൾ ഈ ശിക്ഷണവും ശിക്ഷയും തമ്മിൽ മാറ്റമുണ്ടോ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും മാറ്റമുണ്ടല്ലോ. ശിക്ഷണം സ്നേഹത്തിൽ നിന്ന് വരുന്ന, ശിക്ഷ സ്നേഹത്തിൽ നിന്ന് വരുന്നതല്ല. അപ്പോൾ ശിക്ഷണം എന്ന് പറയുമ്പോൾ ഇപ്പം നല്ലൊരു പിതാവ് മകനെ ശിക്ഷണം കൊടുത്ത് നേർവഴിക്ക് തിരിക്കുമ്പോൾ ആ ശിക്ഷണ നടപടിയാൽ അവൻ വേദനിക്കാതിരിക്കാൻ ശ്രമിക്കും, അവന് മുറിവേക്കാതിരിക്കാൻ ശ്രമിക്കും. മാത്രമല്ല അതിനപ്പുറം വലിയ സ്നേഹം കൊണ്ട് അവനെ പൊതിയും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ശിക്ഷണമുണ്ട്. പക്ഷെ ദൈവം ശിക്ഷണം നൽകുന്നെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം പോസിറ്റീവായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം പോസിറ്റീവായിട്ട് ഒരു ശിക്ഷ നൽകുകയല്ല. പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ, ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് അല്പമായിട്ടെങ്കിലും വ്യതിചലിക്കുമ്പോൾ അതിൻ്റേതായ ഒരു വേദനയോ നഷ്ടമോ ഒരു തകർച്ചയോ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഒരു ശിക്ഷണത്തിൻ്റെ ഫലം നമുക്ക് തരും. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ മോട്ടോർ സൈക്കിൾ പഠിച്ച സമയത്ത് എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിരുന്നു, മണലുള്ളിടത്ത് വണ്ടി പാളും, അതുകൊണ്ട് നീ മണലുള്ളിടത്ത് വളരെ സൂക്ഷിച്ച് വളവെടുക്കാവൂ, വളമുള്ളിടത്ത് മണലുണ്ടെങ്കിൽ പാളും. പക്ഷേ ഞാൻ അത്ര അതിനെ ഗൗരവമായിട്ട് എടുത്തില്ല. മണലിൽ ഞാൻ വീശിയെടുത്തപ്പോൾ ആദ്യത്തെ വീഴ്ച സംഭവിച്ചു. അപ്പോൾ അതിലൂടെ എനിക്കൊരു ശിക്ഷണം കിട്ടി. എന്താണ് ആ ശിക്ഷണം? ഗുരു പറഞ്ഞത് ശരിയാണ്, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ആ വീഴ്ച എനിക്ക് എന്തായി തീർന്നു? ഒരു ശിക്ഷണത്തിൻ്റെ അനുഭവം ഉണ്ടാക്കി തന്നു. ഇത് പറഞ്ഞു തരാൻ ചിലപ്പോൾ എനിക്ക് ഒരു കൗൺസിലറുടെ സഹായമോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയുടെ സഹായമോ വേണ്ടി വന്നേക്കാം. എങ്കിൽ അങ്ങനെ ദൈവത്തിൻ്റെ ശിക്ഷണത്തെ ബോധ്യമാക്കി കൊടുത്താൽ ഒരിക്കലും വലിയൊരു തെറ്റിലേക്ക് പോകാതെ ദൈവത്തിലേക്ക് തിരിച്ചു വരാനത് കാരണമാണ്. എനിക്ക് കിട്ടുന്ന ശിക്ഷണം ഒരു സഹനമാണ്. അതിന് സഹനമുണ്ടല്ലോ. ആ വീഴ്ചയ്ക്ക് ഒരു സഹനമുണ്ട്. ദൈവം തന്നാണെന്ന് പറയുന്നത് ശരിയാണ്. ദൈവം തന്നെന്ന് പറയുന്നത് ശരിയല്ല. സഹനം ദൈവം തരാറില്ല. സഹനം ഇവിടെ ആവശ്യത്തിനുണ്ട്. ഒരിക്കലും ദൈവം സഹനം തരികയല്ല. പിന്നെ ഇവിടെയുള്ള സഹനത്തെ ഏറ്റുവാങ്ങാൻ, അങ്ങനെ അതിനെ ഇല്ലാതാക്കാൻ, അങ്ങനെ പാപത്തിൻ്റെ ആ കെടുതി ഏറ്റെടുത്ത് പാപം ഇല്ലാതാക്കാൻ ദൈവം എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ദൈവം ഇവിടെ സഹനം ഉണ്ടാക്കിയിട്ടില്ല. സഹനം പാപത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. അത് സാത്താൻ്റെ വകുപ്പിൽപ്പെടുന്ന, ആ സാത്താനെ തകർക്കുന്നത് അങ്ങനെ കൂടെയാണ്. ഞാനൊരു സംഭവം ഓർക്കുന്നതാണ്. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷന് വേണ്ടി തലേദിവസം പോകാനായിട്ടായിരുന്നേ. പക്ഷെ അന്ന് ബന്ധായിപ്പോയി. ബന്ദ് ദിവസം ആയതുകൊണ്ട് പിറ്റേ ദിവസം ഏർലി മോർണിംഗിൽ വിളക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ഞങ്ങൾ വണ്ടിക്ക് പോവുകയാണ്.
ആ സമയത്ത് ആ പോലീസുകാരെ കണ്ടുപിടിക്കുക. പോലീസുകാർ കൈനീട്ടി കാണിച്ചിട്ട് പറഞ്ഞു, നിർത്തിയിട്ട് പറഞ്ഞു, ബന്ധുകാർ ഇവിടെ കുറച്ച് തടിയും മരമൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്, കല്ലൊക്കെ, നിങ്ങൾ ഇങ്ങനെ പോയി അതിൽ ചെന്ന് കയറിയേക്കരുത്. ഞങ്ങൾ കുറേയൊക്കെ മാറ്റി, അത് നിങ്ങളങ്ങ് മാറ്റി വെച്ച് പോയായിരുന്നെങ്കിൽ ഇനി വരുന്നവർക്കെങ്കിലും പ്രശ്നമില്ലാതെ പോകാമായിരുന്നു. ഞങ്ങൾ അതൊക്കെ മാറ്റി വെച്ച് പോയി. പോലീസുകാരാണോ ആ തടിയും കല്ലുമായിട്ട് ഇട്ടത്? അല്ല, സാമൂഹ്യ ദ്രോഹികളായിട്ടത്. പക്ഷേ ആ വഴി തുറക്കാൻ, ഇനിയുള്ളവർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാൻ ആരെങ്കിലും എടുക്കുക എന്നുള്ള ആവശ്യമാണ്. ഇട്ടവരൊരിക്കലും എടുക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പാപഭാരം ഏറ്റുവാങ്ങി, അത് മാറ്റിക്കളഞ്ഞു. പോലീസും അല്ലല്ലോ അതിട്ടത്, പക്ഷെ അവരോട് നമ്മൾ സഹകരിച്ചു. എന്നതുപോലെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു, പാവികൾ, നിൻ്റെ വഴികളിൽ പലതും ഇങ്ങനെ വലിച്ചിട്ടിട്ടുണ്ട്, നീ അതൊന്ന് ഏറ്റെടുത്ത് അത് ഇല്ലാതാക്കിയാൽ നിനക്കും സഞ്ചരിക്കാം, ഇനി വരുന്നവർക്കും സഞ്ചരിക്കാം. അതൊരു വലിയ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ള വഴി അതിലൂടെ തുറക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ തടസ്സം നീക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സഹനങ്ങളെ ഏറ്റെടുത്ത് കടന്നു പോകുന്ന രീതിയാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ദൈവരാജ്യത്തിൻ്റെ നീതിയാണത്. നീതി, ദൈവരാജ്യത്തിൻ്റെ നീതിയാണത്. നിനക്ക് സൗജന്യമായി കിട്ടി, നീ സൗജന്യമായിട്ട് കൊടുക്കുക. ഉദാഹരണത്തിന്, ഞാൻ വലിയൊരു ആഴമായ പൊട്ടക്കിണറ്റിൽ വീണ് കിടക്കുകയാണ്, എനിക്ക് തന്നെ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എവിടുന്നോ ഒരു കരച്ചിൽ കേട്ട് ഇങ്ങനെ തപ്പി നടന്ന് എന്നെ കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം കുറേ ആളുകളെ വിളിച്ചു കൂട്ടി മുൻകൈ എടുത്ത് എന്നെ വലിച്ച് കരയ്ക്ക് കയറ്റിയിട്ട്, ഇതിനൊരു പ്രതിഫലം തരണ്ട, എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ചെയ്തതാണ്. വാസ്തവത്തിൽ എനിക്ക് പ്രതിഫലം കൊടുക്കാനും പറ്റുന്നൊരവസ്ഥയിലല്ലെന്നിരിക്കട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്നോട് പറയാണ്, ഓ എൻ്റെ കൊച്ച് ഇന്നലെ കിണറ്റിൽ പോയി, അല്ല ഇന്നിപ്പോൾ കിണറ്റിൽ പോയി, മോനെ ഒന്ന് ഓടി വരാമോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ ഞാൻ ആ ക്രിക്കറ്റിൻ്റെ അവസാനത്തെ ആ ഓവർ കണ്ടുകൊണ്ടിരിക്കുക, എനിക്കിപ്പം വരാൻ നിവൃത്തിയില്ല കേട്ടോ എന്ന് പറയാൻ പറ്റുമോ? ആ വ്യക്തി, എന്നെ കയറ്റിവിട്ട വ്യക്തിയോട് എനിക്ക് ബന്ധമുണ്ട്, കടപ്പാടുണ്ട്. ആ കടപ്പാടുള്ളതുകൊണ്ട് ഇനിയും അവൻ്റെ പ്രിയപ്പെട്ടവർ കിണറ്റിൽ കിടന്നാൽ, ആരെങ്കിലും വീണ് കിടന്നാൽ ഉടനെ തന്നെ ഞാൻ ആ വ്യക്തിയെ കയറ്റിക്കൊടുക്കുന്നു, അതിന് സഹകരിക്കുന്നു. ആ സഹകരിക്കുക എന്നുള്ളത് ത്യാഗമുള്ള കാര്യമാണ്, അതിനകത്ത് സഹനമുണ്ട്. അവിടെ വാസ്തവത്തിൽ എനിക്ക് സൗജന്യമായിട്ട് കിട്ടിയത് ഞാൻ സൗജന്യമായിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് പാപത്തിൻ്റെ കിണറ്റിൽ കിടക്കുന്ന എല്ലാവരും കയറി വരാൻ ഇടവരുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഈ രഹസ്യം ജീവിതത്തിൽ പാലിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യം ഈ ഭൂമിയിൽ തന്നെ സംജാതമാകുമെന്ന്. തീർച്ചയായിട്ടും ദൈവരാജ്യം ഈ ഭൂമിയിൽ തന്നെ ആരംഭിക്കണം, ഈ ഭൂമിയിൽ അത് വികാസം പ്രാപിക്കണം. അങ്ങനെ അവസാനം എല്ലാവരും ദൈവരാജ്യത്തിലായിത്തീരണം. അങ്ങനെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ സംജാതമാകണം. അതിൻ്റെ തുടർച്ചയാണ് വരാനിരിക്കുന്ന ലോകവും സ്വർഗവും എല്ലാം. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. താങ്ക് യു.